കൊച്ചിയിലെ തിരക്കേറിയ കലൂർ കടവന്ത്ര റോഡിലെ കുഴികൾ രൂപപ്പെട്ടിട്ട് നാളുകളേറെയായി. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള റോഡിലെ കുഴികളിൽ വീണുള്ള അപകടം സ്ഥിരം കാഴ്ചയാണ്. മഴ പെയ്താൽ കുഴി ഏതാ റോഡ് ഏതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലുള്ള റോഡിലൂടെയുള്ള യാത്ര ജീവൻ വരെ അപകടത്തിലാക്കും വിധമുള്ളതാണ്. ഈ കുഴികളെക്കുറിച്ചുള്ള മാതൃഭൂമി ന്യൂസിന്റെ വാർത്തയെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. കലൂർ കടവന്ത്ര റോഡിലെ കുഴികളെക്കുറിച്ചുള്ള മാതൃഭൂമി ന്യൂസിന്റെ വാർത്തയെ തുടർന്ന് പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് ജനപ്രതിനിധി ഉൾപ്പെടെയുള്ളവരാണ് പ്രതിഷേധവുമായി രംഗത്തിരിക്കുന്നത്. കൗൺസിൽ തന്നെ ചോരുന്നു, ഇത് വളരെ നാളുകളായിട്ട് ഇങ്ങനെ കുഴിയായി കിടക്കുകയായിരുന്നു, ഇപ്പോഴാണ് പ്രതിഷേധം ഉണ്ടാകുന്നത്. വളരെ നാളായി കുഴിയായി കിടക്കുകയാണെങ്കിലും ഞങ്ങൾ ഇടപെടുമ്പോൾ അവർ സാധാരണ അടക്കാറുണ്ട്. ഇതിപ്പോൾ ഇന്നലെ ഒരു വണ്ടി ഇവിടെ വന്ന് വീണിട്ട് ഇന്ന് 10 മണിയായപ്പോഴാണ് GCD എന്നൊരു ഉദ്യോഗസ്ഥൻ ഇവിടെ വരുന്നത്. ഇത്രയും സമയം വരെ GCD എന്ന് ഒരാളിവിടെ കടന്നില്ല. നമ്മൾ പരമാവധി അവരെ വിളിച്ചു നോക്കി, എല്ലാവരും വരാമെന്ന് ഫയൽ ശരിയാക്കട്ടെ എന്നാണ് പറയുന്നത്. മെയിൻ്റനൻസിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? GCDക്കാണോ KMRL-നാണോ? GCD. KMRL-ന് നമ്മുടെ കാണകൾ ആ സൈഡ് ഫുട്പാത്തൊക്കെ ആയിരുന്നു. അത് 30 കോടി കൊടുത്തിട്ട് എങ്ങുമല്ലാത്ത രീതിയിലാണ് അവർ ഇട്ടിട്ട് പോയേക്കണത്. അതും ഒരു ഫിനിഷിംഗ് ആയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഗിനുവിൻ്റെ ഫ്രണ്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു, ഞങ്ങളവിടെ പൊട്ടിച്ചായിരുന്നു. ഞങ്ങൾ കാണാൻ പൊളിച്ചിട്ടാണ് വെള്ളം വിട്ടത്. GCDയുടെ കെടുങ്കാര്യസ്ഥതയാണ് കാണുന്നത്. കാരണം ഇത് നമ്മൾ പല പ്രാവശ്യം ബന്ധപ്പെട്ടിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇരുചക്ര വാഹനങ്ങൾ സഞ്ചരിക്കുന്നവർ കുഴിയിൽ വീണിട്ടുണ്ട്. അതിന് ഇതിപ്പോൾ ഇന്നലെ ഇത്രയും വലിയൊരു വണ്ടി ലോങ്ങിൽ പോകേണ്ട ഒരു കർണാടക വണ്ടിയാണ് ആ വീണത്. അവിടെ ട്രിപ്പ് വരെ മുടങ്ങിപ്പോയി. ഇന്ന് രാവിലെ വന്ന് ആണ് അതിനെ പൊക്കിയെടുത്ത് മാറ്റിയത്. സാധാരണ ഇവിടെ വണ്ടികൾ മറിയുന്നുണ്ട്, അതനുസരിച്ച് നമ്മൾ അവരെ അറിയിക്കുന്നുണ്ട്. ഇപ്പം ചെയ്യാന്ന് പറയണ. അല്ലാതെ ഇന്നും GCD AE പറഞ്ഞത് ഫയലെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടെന്ന്. തീർച്ചയായിട്ടും ഈ കുഴികൾ അടയ്ക്കാതെ ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നുള്ളതാണ്. ഈ വിഷയം അധികൃതർ, അതായത് GCDയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അപ്പോഴൊക്കെ തന്നെ ഫയൽ റെഡിയാക്കുകയാണ്. ഫയൽ റെഡിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ കുഴികൾ അടയ്ക്കുമെന്നാണ്. പക്ഷേ